ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വന്നത് നമ്മുടെ ടൈറ്റിൽ കണ്ടപോലെ തന്നെ ഞാൻ ഒരു ക്ലോത്തിങ് ബിസിനസ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പലർക്കും അറിയാം. ഒത്തിരി പേരെൻ്റെ നിന്ന് ഒത്തിരി ഡ്രസ്സസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം അത് എന്തുകൊണ്ടാണ്, ഏത് സിറ്റുവേഷനിലാണ് ഞാനത് നിർത്തിയത് എന്നാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ എന്തൊക്കെ ചാലഞ്ചസ് ആണ് ഞാൻ ഫേസ് ചെയ്ത ആ സമയത്ത് ഞാൻ ചെയ്തുകൊണ്ടിരുന്നപ്പം. ഓക്കെ, ഒത്തിരി പേര് ചെയ്യുന്നവരുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ക്ലോത്തിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ഇത് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് അറിയാതെ പോയ കുറേ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ പലർക്കും അറിയായിരിക്കും, ഞാൻ ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞാണ്. എൻ്റെ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ടൊരു PG ഡിപ്ലോമ, അതായത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ്. ഡിഗ്രി ഞാൻ എക്കണോമിക്സാണ് ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് PG ഡിപ്ലോമയാണ് ഫാഷൻ ഡിസൈനിങ്ങിൽ ഞാൻ ചെയ്തത്. അപ്പം അതൊരു ഓൾമോസ്റ്റ് 1.5 ഇയേഴ്സ് to 2 ഇയേഴ്സ് ഒക്കെ എക്സാമൊക്കെ നീണ്ടു നിന്ന് അത്രയും ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ശരിക്കും 1.5 ഇയേഴ്സിൻ്റെ കോഴ്സാണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഒത്തിരി നാളത്തെ ഒരു സ്വപ്നമാണ് നമ്മൾ സ്വന്തമായിട്ട്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ അല്ലെങ്കിൽ ബുട്ടീക്കായിട്ടോ ചെറിയ രീതിയിലൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പം ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ചെറിയ രീതിയിൽ ഞാൻ ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്ന സമയത്ത് തന്നെ എനിക്ക് ഫ്രണ്ട്സും റിലേറ്റീവ്സിൻ്റെ ആയിരുന്നൊക്കെ ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. കസ്റ്റമൈസ്ഡ്, അവർക്ക് ഇന്ന ഫാബ്രിക് വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്ഥലത്ത് തന്നെ ഞാൻ ഈ എൻ്റെ ഫ്രണ്ട്സിൻ്റെയൊക്കെ ഓർഡേഴ്സ് എടുത്തിട്ട് ഞാൻ ആ ബുട്ടിക്ക് ചെയ്തിട്ട് അവർക്ക് കൊടുക്കും. അതുപോലെ തന്നെ ഒരു 3-4 ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തിൻ്റെ ഓരോ എക്സ്പീരിയൻസ്, ഡിഫറെൻറ്റ് ലേണിങ്സും ആയിരുന്നു ഓരോരോ സ്ഥലത്തു നിന്ന് എനിക്ക് കിട്ടിയത്. എല്ലാം നല്ലതും അതുപോലെ തന്നെ ഓരോ ഡിസഡ്വാൻറ്റേജസും അഡ്വാൻറ്റേജസും വന്നിട്ടുണ്ട് പല സ്ഥലത്തുനിന്നും. അപ്പം ഇതിനകത്ത് അതിനുശേഷം എൻ്റെ ത്രൂ ഔട്ട് എൻ്റെ മൈൻഡിൽ ചെറുതായിട്ട് എന്തെങ്കിലും ഓൺലൈൻ കാര്യങ്ങൾ ചെയ്യണം, വീട്ടിൽ ഇരുന്നാകുമ്പോൾ നമുക്ക് ആ ഒരു കംഫർട്ടിൽ ചെയ്യാം എന്നുള്ള ഒരു തോട്ടും എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാൻ പണ്ട് തൊട്ടേ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന സമയം തൊട്ടേ, പഠിക്കാൻ പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ റിസർച്ച് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതായത് ലൈക്ക് നമുക്ക് എങ്ങനെ ചെയ്യാം, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുവാണെങ്കിൽ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, അതുപോലെ തന്നെ എവിടെ നിന്നൊക്കെ നമുക്ക് മെറ്റീരിയൽസ് എടുക്കാം, അതുപോലെ തന്നെ എന്തൊക്കെ സ്കാംസ് അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് കുറേയൊക്കെ വരേണ്ടത്. അതുപോലെ തന്നെ ഓരോരോ ബൊട്ടീക്ക് ഓണേഴ്സിൻ്റെ അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യുന്ന ഓരോ വീഡിയോസ്, അവരെങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് ഇപ്പം വീട്ടിൽ ഇരുന്ന് ഓൺലൈനായിട്ട് ചെയ്യുന്നവരെങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കുറേ വീഡിയോസ് ഞാൻ എപ്പോഴും ഇരുന്ന് കാണും. രാത്രിയിലൊക്കെ ഇങ്ങനെ കിടക്കുന്നതിന് മുന്നേ ഒക്കെ ഞാൻ സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ വേറെ ന്യൂസും കാര്യങ്ങളൊന്നുമല്ല, എൻ്റെ ഫുൾ തോട്ട് മൊത്തം ഇതിൻ്റെ പുറകിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒത്തിരി ഇരുന്ന് കാണും. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്ന ഐഡിയാസ് എല്ലാം ഞാൻ എൻ്റെ ഫോണിൽ ഓരോ ഗാലറിയിൽ, അല്ലെങ്കിൽ പിൻട്രസ്റ്റ് എന്ന് പറയുന്ന ആപ്പുണ്ട്, അപ്പോൾ അവിടെയൊക്കെ ഞാൻ സേവ് ചെയ്ത് വെക്കും. അതുപോലെ തന്നെ കുറേയൊക്കെ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഓരോരോ ഐഡിയാസ്, എംബ്രോയ്ഡറീസ്, ഡിസൈൻസ്, പാറ്റേൺസ്, കളേഴ്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. അപ്പം അതുപോലെ തന്നെ ഞാൻ ബുക്കിൽ, ഡയറിയിലൊക്കെ എഴുതി വെക്കുമായിരുന്നു എങ്ങനെയൊക്കെ ചെയ്യുമ്പം നമ്മൾ തുടങ്ങുകയാണെങ്കിൽ എന്തൊക്കെയാണ് ലൈക്ക് അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ എനിക്ക് സ്റ്റോർ ചെയ്യാം, എന്തൊക്കെ ടൈപ്പ് ഓഫ് പ്രിൻറ്റ്സ് ആൻഡ് പാറ്റേൺസ്, കളേഴ്സ് ഒക്കെ ഉണ്ട്, ഒക്കെ ഞാൻ ഡയറിയിലൊക്കെ എഴുതി സൂക്ഷിച്ച് വെക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഒരു പുറകിൽ ഒത്തിരി എഫേർട്ട്, ഒത്തിരി ടൈം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടാണ് പതുക്കെ സ്വന്തമായിട്ട് തുടങ്ങാം എന്നുള്ളൊരു തോട്ട് വരുന്നത്. അപ്പം ആ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു, കറക്റ്റാണോ എന്ന് ഓർമ്മയില്ലെങ്കിലും, ഒരു 2018-19 ആ ഒരു സമയത്ത് 2018-19 ആ ഒരു സമയത്ത് എനിക്കൊന്ന് റീസെല്ലിംഗ് എന്ന് പറഞ്ഞൊരു സംഭവം, ചിലർക്ക് ഇപ്പോഴും അറിയത്തില്ല, ചിലർക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ റീസെല്ലിംഗ് എന്ന് പറയുന്നൊരു സംഭവം ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിരുന്നു. അതായത് നമ്മുടെ കയ്യിൽ പ്രോഡക്റ്റ്സ് വേണ്ട,
അപ്പം നമ്മൾ ജസ്റ്റ് നോർത്ത് ഇന്ത്യൻ അവർക്ക് വെയർ ഹൗസ് ഉണ്ട്. അപ്പോൾ അവരെന്ന് പറയുന്നത് ഹോൾസെയിലേഴ്സാണ്. അപ്പോൾ അവരുടെ ഹോൾസെയിലേഴ്സിൻ്റെ ഗ്രൂപ്പിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ അവിടെ ഇടുന്ന പ്രോഡക്റ്റ്സ് അവർ ഇടും. അപ്പം നമ്മളാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് ഒരു വാട്സാപ്പ് ഗ്രൂപ്പോ അങ്ങനെയൊക്കെ ഇൻസ്റ്റഗ്രാമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ആ ഫോട്ടോസ് നമ്മുടെ ഗ്രൂപ്പിലിടും. അപ്പോൾ അത് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സൊക്കെ എന്താണ് കുക്കി വീഡിയോ എടുക്കുവാണേ, മമ്മ പഠിപ്പിക്കുക. കുക്കി പറയത്തില്ല എല്ലാവരെയും പഠിപ്പിക്കാൻ. എന്നാ കുക്കി ഇവിടെ ഇരുന്ന് വരയ്ക്കുന്നോ? എന്നാ മിണ്ടാതിരുന്ന് വരയ്ക്കും അമ്മ, ഡിസ്റ്റർബ് ചെയ്യാതെ. എന്നാ കയറിക്കും. അങ്ങനെ ഒരാൾ അപ്പുറത്തു ഇരുന്ന് പാട്ടൊക്കെ കേൾക്കുമായിരുന്നു. അപ്പോൾ കുക്കിക്ക് ഇവിടെ വരണമെന്ന് പറഞ്ഞു. ഹായ് പറഞ്ഞു എല്ലായിടത്തും. ഹായ്. അങ്ങനെ ഇവിടെ വന്ന് ഇപ്പം വരയ്ക്കുവാണ്, എഴുതുവാണ്. ഓക്കെ. അപ്പം റീസെല്ലിംഗ് എന്ന് പറഞ്ഞ ആ സമയത്ത് പോപ്പുലറാണ്. അപ്പം അവരുടെ ഹോൾസെയിലേഴ്സിൻ്റെ ഗ്രൂപ്പിൽ അവർ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യും. നമ്മുടെ കമ്മ്യൂണിറ്റി, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് നമ്മൾ ഒരു ഓൺലൈൻ സ്റ്റോർ പോലെ തന്നെ പേരൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മൾ ഈ പോസ്റ്റ്സ് ഇടും. അപ്പോൾ അവരൊരു ഡെയിലി ഇഷ്ടം പോലെ പോസ്റ്റാണ് അവരിടുന്നത്. അതായത് ഒരു ഡെയിലി ചിലപ്പം 200, 300, 400 അവരിങ്ങനെ ഫോട്ടോസ് ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കും. അതിൻ്റെ ഹോൾസെയിലേഴ്സ് റേറ്റ് അത്യാവശ്യം കുറഞ്ഞ ഹോൾസെയിൽ റേറ്റിൽ അവർ ഇടും. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഫോട്ടോസും എല്ലാം കൂടെ എടുത്ത് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇടത്തില്ല. ഓക്കെ ഗൈസ്, എൻ്റെ ഒറ്റയ്ക്കിരുന്ന് വീഡിയോ എടുക്കുന്ന സമയം കഴിഞ്ഞതായി ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്. ഇത് ശരിക്കും ഞാൻ ഈ വീഡിയോ കുറേ ദിവസങ്ങൾക്ക് മുന്നേ എടുത്തെൻ്റെ ഈ സ്പേസ് തീരാറായി കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു, ഞാനാണെങ്കിൽ ഈ പഴം എങ്ങനെയാണ് സൂക്ഷിക്കുന്നതെന്നുള്ളത്. നമ്മൾ പുറത്ത് ഇങ്ങനെ തുണി കെട്ടിയിട്ട് അതിൻ്റെ പുറത്ത് വെള്ളം ഒഴിക്കും. അപ്പം ഞാനാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനിത് പറയാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റും കാപ്പി, ഉപ്പുമാവും പഴവും പിന്നെ കുറച്ച് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം ഈ കാര്യം കൂടെ നമ്മൾ പറഞ്ഞ് കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമ്മളിങ്ങനെ ഫുൾ അതിൻ്റെ മെയിൻ ഹോൾസെയിലേഴ്സിൻ്റെ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ മാനുഫാക്ചേഴ്സിൻ്റെ ഗ്രൂപ്പിൽ ഇഷ്ടംപോലെ ഫോട്ടോസ് വരും. അപ്പം നമ്മളത് ഫുള്ളായിട്ട് എടുത്ത് നമ്മുടെ ഗ്രൂപ്പിനകത്ത് ഇടത്തില്ല. നമുക്കിഷ്ടപ്പെടുന്ന നമ്മുടെ ട്രെൻഡും നമ്മുടെ ഫാഷനും നമുക്ക് നല്ലതെന്ന് തോന്നുന്നതും ആയിട്ട് തോന്നുന്ന ഡിസൈൻസും കളേഴ്സും പാറ്റേൺസും ഒക്കെയാണ് നമ്മൾ ഇടുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ ജസ്റ്റ് കുർത്തീസ് മാത്രമായിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുർത്തീസോ സാരീസോ അങ്ങനെ ഒരുമിച്ചൊക്കെ ചെയ്യാം, ചുരിദാറുകളൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആ സമയത്ത് ഞാൻ എൻ്റെ ഗ്രൂപ്പിലിട്ട സമയത്ത് ഞാൻ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സും ഒക്കെ വെച്ചിട്ടുള്ളൊരു ഗ്രൂപ്പ്. അപ്പം മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തുനിന്ന് ഞാൻ ഓരോരോ ഫോട്ടോസ് അവരിടുന്നത് നല്ലത് നോക്കി, എനിക്ക് നല്ല ക്വാളിറ്റിയാണ്, നല്ല പാറ്റേൺ നോക്കിയിട്ട് ഞാൻ എൻ്റെ ഗ്രൂപ്പിലിടും. അതിൽ നിന്ന് ചിലപ്പോൾ അവരൊത്തിരി ഇടുന്നതിനകത്തൊന്നും ഞാൻ ചിലപ്പം ഡെയിലി ഒരു 10 എണ്ണമായിരിക്കും ഇടുന്നത്. അതിൻ്റെ ഒരു ഡ്രസ്സിന് തന്നെ ഡിഫറെൻറ്റ് സൈസസും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് കളേഴ്സൊക്കെ ഉണ്ടാവും. അപ്പം അത് കണ്ടിട്ട് കുറേ പേര് റേറ്റ് ചോദിക്കും. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് അവർ ഓർഡർ ചെയ്യും. അപ്പം അവരിപ്പോൾ ഒരു ചുരിദാറിനിപ്പം ചിലപ്പം 400 റുപ്പീസാന്ന് വെച്ചോ ഇടുന്നത്. അപ്പം നമ്മളാണെങ്കിൽ 200 റുപ്പീസും കൂടെ ആഡ് ചെയ്തിട്ട് അങ്ങനെ 600-ന് സെല് ചെയ്യും. അങ്ങനെ ഓരോരോ മെറ്റീരിയലും എല്ലാം ഡിസൈനും ഒക്കെ അനുസരിച്ച്. അപ്പം എനിക്ക് ഓർഡർ കിട്ടുന്ന അനുസരിച്ച് നമ്മൾ അവരോട് തന്നെയാണ് പറയുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ അല്ലെങ്കിൽ ഫാമിലീസിൻ്റെ അഡ്രസ്സ് നമ്മൾ ചോദിക്കും. എന്നിട്ട് ഇവരാണെങ്കിൽ ഇവരുടെ ഇതൊന്നും വെക്കത്തില്ല, ഇവരുടെ ലോഗോയോ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും വെക്കത്തില്ല. നമ്മുടെ ഡീറ്റെയിൽസ് വെക്കും. ഒന്നെങ്കിൽ അവർ ജസ്റ്റ് 2 അഡ്രസ്സ് മാത്രം അയക്കും. പിന്നെ നമ്മൾ പറയുക നമ്മുടെ ഡീറ്റെയിൽസ് ഇപ്പം നമ്മുടെ ഷോപ്പിൻ്റെ പേര് വെച്ചിട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ അവർ നമ്മൾ അയക്കുന്നതായിട്ട് തന്നെ അയക്കും. കാരണം അവരൊരു ബ്രോക്കർ എന്നുള്ള നിലയിലാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ അവർ നമ്മുടെ പേര് വെച്ചിട്ട് അവരുടെ ഇൻഫർമേഷനൊന്നും കൊടുക്കാതെ കറക്റ്റായിട്ട്
ഈ നമ്മൾ കൊടുക്കുന്ന കസ്റ്റമറിൻ്റെ അഡ്രസ്സിൽ അവരെത്തിക്കും. അങ്ങനെ എനിക്ക് ഇഷ്ടം പോലെ ഓർഡേഴ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ അതെല്ലാം അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരു മാനുഫാക്ചറിൻ്റെ അല്ലെങ്കിൽ ഹോൾസെയിലറിൻ്റെ അടുത്ത് മാത്രമല്ല നമ്മൾ നോക്കുന്നത്, നമ്മളൊരു ലിസ്റ്റ് ഓഫ് നല്ല നല്ല ഷോപ്സ് തപ്പി കണ്ടുപിടിച്ച് അവരുടെ ഡീറ്റെയിൽസ് റിവ്യൂസും എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ലൈക്ക് വൺ ടൈം എന്തോ പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് നേരിട്ട് ക്വാളിറ്റി ഒന്നും കാണാൻ പറ്റാത്തത് കൊണ്ട് തന്നെ, കാരണം ഇവർ ഡയറക്റ്റായിട്ടാണല്ലോ കസ്റ്റമറിനെ അയക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ക്വാളിറ്റി ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ടോ എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട്. പിന്നെ നമ്മൾ നേരിട്ട് കാണാത്തത് കൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒരു വട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഞാനൊരു പുതിയൊരു ഹോൾസെയിലറിനെ കണ്ടു നെറ്റിൽ. അപ്പം ഞാനാണെങ്കിൽ അങ്ങനെ അവരുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറി. അവരാണെങ്കിൽ ഇതുപോലെ ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ ഇടുവാണ്. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ എൻ്റെ ഗ്രൂപ്പിലിട്ടു. അങ്ങനെ എനിക്ക് ലൈക്ക് 2-3 ഓർഡർ കിട്ടി. അപ്പോൾ അതിനനുസരിച്ച് ഞാൻ അവർക്ക് ഓർഡർ കൊടുത്തപ്പോഴത്തേക്കും നമ്മൾ അവർക്ക് ആദ്യം പേയ്മെൻറ്റ് ചെയ്യണം കേട്ടോ. നമ്മൾ ഫുൾ പേയ്മെൻറ്റ് ആദ്യം ചെയ്യണം. ഈ ഹോൾസെയിലറിന് നമ്മൾ ചെയ്യണം. അപ്പം നമ്മൾ ചെയ്യുന്നത് ആക്ച്വലി കസ്റ്റമർ നമുക്ക് തരുന്ന എമൗണ്ട് ആണല്ലോ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നത്. അല്ലാതെ നമുക്ക് കസ്റ്റമറിന് കിട്ടിക്കഴിഞ്ഞിട്ടല്ല നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ അഡ്വാൻസ് ആയിട്ടാണ് ചെയ്യുന്നത് സാധനം എത്തുന്നതിന് മുന്നേ. അപ്പോൾ അവിടെ ഒരു റിസ്ക് ഉണ്ട്. കാരണം നമ്മൾ നേരിട്ട് ഇവരെ കാണാതൊക്കെയാണല്ലോ നമ്മളിത് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെപ്പോൾ വേണമെങ്കിലും ഒരു റിസ്ക് ഫാക്ടറായിട്ട് വരാം. നമുക്കറിയാത്തൊരു സ്ഥാപനത്തിൽ നിന്നാണ് നമ്മളിങ്ങനെ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ഇനിയിപ്പോൾ എത്ര കുറേ അവർ ഫോട്ടോസും വീഡിയോസും ഇട്ട് അവരങ്ങനെ ഒരു പഴമ ഉണ്ടെങ്കിൽ പോലും നമുക്കറിയത്തില്ല. കാരണം നമ്മൾ ജസ്റ്റ് അവരെ വിശ്വസിച്ചിട്ടാണ് ഈ ഒരു റീസെല്ലറായിട്ട് നിൽക്കുന്നത്. അപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇതുപോലെ ഞാനൊരു ഗ്രൂപ്പിനകത്ത് കയറി. അതിനുശേഷം ഇങ്ങനെ കുറച്ച് ഓർഡേഴ്സ് വന്നു, 2-3 ഓർഡേഴ്സ് വന്നു. അങ്ങനെ ഞാനാണെങ്കിൽ ഫുൾ പേയ്മെൻറ്റും കൊടുത്തിട്ട് ഇത് ഒരാഴ്ചയായി 2 ആഴ്ചയായി അവർ അയക്കാമെന്ന് പറയുന്നതല്ലാതെ അവർ അയക്കുന്നേ ഇല്ല, അയച്ചിട്ടുമില്ല. അത് പിന്നെ 1 മാസമായി 2 മാസമായപ്പോൾ എനിക്ക് മനസ്സിലായി അവരിനിയും തരാൻ പോകുന്നില്ല. പിന്നീട് ഞാൻ സീരിയസ് ആയിട്ട് അയക്കണം, കസ്റ്റമർ ചോദിക്കുന്നുണ്ട് എന്ന് 2-3 വട്ടം സ്ട്രെസ് ചെയ്ത് പറഞ്ഞപ്പോഴത്തേക്ക് അവരെന്നെ ബ്ലോക്കും ചെയ്തു. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇനി ഇൻ കേസ് അത് ഭയങ്കര ചെറിയ എമൗണ്ട് ആയിരുന്നു കേട്ടോ, 2-3 സാരിയുടെ ചെറിയ എമൗണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ശരിക്കും നമ്മൾ വലിയ എമൗണ്ടൊക്കെ കൊടുത്തിട്ടാണ് ഇങ്ങനെ ഓർഡർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിത് തിരിച്ച് കിട്ടാൻ, ഇപ്പോൾ ഈ സ്കാം നടക്കുകയാണെങ്കിൽ നമുക്ക് ആക്ച്വലി ഇവരുടെ നമ്പറുണ്ട്. അവരുടെ നമ്പറിൽ കൂടെ ആണല്ലോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്, ഫോൺ പേയ്മെൻ്റൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ നമ്പർ വെച്ചിട്ടെങ്കിലും ആൾക്കാരെ പിടിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് പൈസ തിരിച്ച് കിട്ടാനുള്ള പ്രൊവിഷൻ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൺലൈനായിട്ട് നമുക്ക് സൈബറിൽ കംപ്ലയിൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നെറ്റിൽ നിന്ന് നോക്കിയിട്ട് നെറ്റിൽ തന്നെ സൈബർ ക്രൈമിൻ്റെ ഓപ്ഷനകത്ത് ഓൺലൈൻ സ്കാംസിൻ്റെ അണ്ടറിൽ ഞാൻ ഈ സ്ക്രീൻഷോട്ട് എല്ലാം കൊടുത്തിട്ട് ഞാനിത് സേവ് ചെയ്തു. അതുപോലെ ഞാൻ എല്ലാം പ്രൂഫ്സും വെച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എഴുതി കൊടുത്തു. അങ്ങനെ ഈ ഒരു സംഭവം ഇത് ഡൽഹിയിലോട്ട് അവർ അയച്ചിട്ടുണ്ട്, ഈ ഒരു കംപ്ലയിൻറ്റ്. എന്നിട്ട് അവിടുന്ന് ആ സമയത്ത് ഞാൻ ജസ്റ്റ് കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഹസ്ബൻഡിൻ്റെ സ്ഥലത്തായിരുന്നു ഞാൻ ഓർമ്മ, കാരണം ഇതിപ്പോൾ ഒത്തിരി വർഷമായി. അതെ, അപ്പം അവിടുന്ന് ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പം ട്രിവാൻഡ്രത്തിലെ മ്യൂസിയത്തിലെ സ്റ്റേഷനിൽ തന്നെ സാറ് വിളിച്ചു. അവിടുത്തെ CI സാർ എന്നെ വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഇങ്ങനെയാണ് കാര്യങ്ങൾ, നമ്മൾ ഓൾറെഡി എമൗണ്ട് കൊടുക്കണം, അഡ്വാൻസ് ആയിട്ട് ചെയ്യണം. അപ്പം പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിച്ചത് ലൈക്ക് നമ്മൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്രത്തോളം ഒതൻറ്റിക് ആണ്, ഒറിജിനൽ ആണോ റിയൽ ആണോ എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടാണോ ഈ പേയ്മെൻ്റൊക്കെ ചെയ്ത് കൊടുക്കുന്നത്. അത് പുള്ളി ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ശരിയാണ്. ഞാൻ ആ സമയത്ത് ഗൂഗിൾ റിവ്യൂ പോലും നോക്കാതാണ് ഞാനിങ്ങനെ ഈ ഒരു ഗ്രൂപ്പിൽ ചെന്ന് ആഡ് ആയത്. അപ്പം ഞാൻ വിചാരിച്ചു
അത് മാത്രമല്ല, അപ്പം അത് നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചെയ്യാം എന്ന് പറഞ്ഞെങ്കിലും അതിന് ശേഷം എനിക്കൊരു എന്താണ് ഫോളോ അപ്പും കാര്യങ്ങളും കിട്ടിയില്ല. അവരെ ട്രേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിലാണ് വന്നത്. പിന്നീട് എനിക്ക് ആ എമൗണ്ട് കിട്ടുമോ, അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് വരുമൊന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ ഞാൻ ഒത്തിരി ഓൺലൈനായിട്ട് ഞാൻ ഓരോരോ എന്താണ് ഇപ്പം ബൊട്ടീക്ക് ഓണേഴ്സിന് പോലും നമ്മളിങ്ങനെ വലിയ എമൗണ്ട് മെറ്റീരിയൽസ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം കുറേ പേയ്മെൻറ്റ് ചെയ്യണം. അങ്ങനെ പേയ്മെൻറ്റ് ചെയ്തിട്ട് സാധനം കിട്ടാതെ വന്ന ഒത്തിരി ബൊട്ടീക്ക് ഓണേഴ്സ് ഉണ്ട്. അപ്പം അതിന് നമ്മളിപ്പോൾ കംപ്ലൈൻറ്റ് കൊടുത്താലും ഇവരെയൊക്കെ പിടിക്കാൻ ഭയങ്കര പാടാണ്. നമുക്കൊരു എന്താണ് ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ തിരിച്ച് പേയ്മെൻറ്റ് കിട്ടാനൊക്കെ ഭയങ്കര പാടാണ്. അപ്പം നമ്മൾ നല്ല രീതിക്ക് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ആൻഡ് റിവ്യൂസൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. നമുക്ക് നേരിട്ട് പോയി എടുക്കുന്നതാണ് ക്വാളിറ്റി ആൻഡ് അതുപോലെ തന്നെ നമ്മൾ കണ്ട് ഫാബ്രിക് ഫീൽ ചെയ്തെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷെ പലപ്പോഴും നമുക്ക് അതെപ്പോഴും എന്താണ് ചിലപ്പോൾ ഓരോരോ സിറ്റുവേഷൻസൊക്കെ കാരണം നമുക്ക് തന്നെ പോകാനോ അല്ലെങ്കിൽ ഹസ്ബൻഡൊക്കെ ഇപ്പം കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ ഓരോരോ വർക്കിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ ട്രാവൽ കോസ്റ്റ് വരും, പിന്നെ ഇത്ര ഡേയ്സ് വരും, പിന്നെ നമ്മളിങ്ങനെ കയറി ഇറങ്ങി ഒത്തിരി കടയിൽ പോകണം. അപ്പോൾ അതൊക്കെ ഇതിനകത്ത് വരുന്നതാണ്. അപ്പോൾ അതിനുള്ള അതുപോലെ തന്നെ കുട്ടികളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അങ്ങനെ പെട്ടെന്ന് പുറത്തു പോയി അങ്ങനെ പോയി ഫാബ്രിക് സോഴ്സ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോഴാണ് നമ്മൾ ഈ ഓൺലൈനായിട്ട് എല്ലാം ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ചെയ്തില്ലെങ്കിൽ ചെറിയ എമൗണ്ട് ഒന്നുമല്ല, വലിയ എമൗണ്ട് തന്നെ ചിലപ്പോൾ ഒത്തിരി അങ്ങനെ അങ്ങ് പോകും നമ്മുടെ കയ്യിൽ നിന്നൊരു സ്കാമായിട്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ ആ ഒരു സംഭവം കാരണം ഞാൻ റീസെല്ലിങ് അങ്ങ് നിർത്തി. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്തായാലും നമ്മൾ സ്വന്തമായിട്ട് തുടങ്ങാം എന്നുള്ളൊരു ഇതിൽ ഞാൻ ഓൾറെഡി കുറേ അതിൻ്റെ ടിപ്സും കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം എഴുതി എന്താണ് ഓൺലൈനായിട്ട് നമുക്ക് ഫാബ്രിക് എടുത്ത് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഫാബ്രിക് നമ്മുടെ കയ്യിലുണ്ടല്ലോ. കാരണം മറ്റേതാണെങ്കിൽ നമ്മൾ കസ്റ്റമറിന് നമ്മൾ വാക്ക് കൊടുക്കണം, അവരെ വിശ്വസിച്ചാണ് നമ്മളിരിക്കുന്നത്. ഇതാകുമ്പോൾ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലും ഫാബ്രിക്കിന് എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്കത് അവർക്ക് കൊടുക്കാതിരിക്കാം, നമുക്കത് സോൾവ് ചെയ്യാം. നമുക്ക് ഡയറക്റ്റായിട്ട് ഈ മാനുഫാക്ചറേഴ്സിൻ്റെ അടുത്ത് വീണ്ടും സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ എന്നിട്ട് അങ്ങനെയാണ് വീണ്ടും കുർത്തീസും ചുരിദാർ മെറ്റീരിയൽ സാരീസൊക്കെ ഞാൻ എടുത്ത് ഞാൻ തന്നെ ഒരു ഹസ്ബൻഡിൻ്റെ അവിടെ ഒരു ചെറിയൊരു ബാൽക്കണി ഏരിയ പോലെ ഉണ്ടായിരുന്നു. അവിടെ ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് പോലെ ചെയ്തിട്ട് അവിടുന്ന് ഡിജോ ആണെങ്കിൽ, ഡിജോ ആണ് എൻ്റെ ഹസ്ബൻഡ്, ഡിജോ ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്കും എനിക്ക് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് തരും. അപ്പം ആ സമയത്ത് ഞാൻ വരുന്ന സമയത്ത് ഞാൻ എല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെക്കും. ഇന്ന വീഡിയോസിൻ്റെ ഡ്രസ്സിൻ്റെ വീഡിയോസാണ് എടുക്കേണ്ടത്, ഫോട്ടോസാണ് എടുക്കേണ്ടത്. അപ്പം അതെല്ലാം നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അത് സെറ്റ് ചെയ്ത് പിന്നെ അടുത്ത ദിവസം പോസ്റ്റ് ചെയ്യും. അപ്പം ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ അത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോകായിരുന്നു. അത്യാവശ്യം എനിക്ക് ഒത്തിരി ഓർഡേഴ്സ് ആദ്യത്രയും കിട്ടിയിട്ടുണ്ട്. ഒത്തിരി എൻ്റെ കുർത്തീസും സെല്ലായിട്ടുണ്ട്. അതുപോലെ തന്നെ ചുരിദാർ മെറ്റീരിയൽ സാരീസും എല്ലാം നല്ല രീതിയിൽ സെല്ലായിട്ടുണ്ട്. കൂടുതലും ആദ്യം ഉണ്ടായിരുന്നത് എനിക്കറിയാവുന്ന ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ്. പിന്നെ അത് വേർഡ് മൈ മൗത്ത് ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ്, അങ്ങനെ റിലേറ്റീവ്സിൻ്റെ ഫ്രണ്ട്സ്, അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അങ്ങനെ കുറേ ബൾക്കായിട്ട്. പിന്നെ അതുപോലെ തന്നെ ബൾക്കായിട്ട് ഒരു കസ്റ്റമർ തന്നെ ഒരു 10 ചുരിദാർ പീസസൊക്കെ അവർ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം അവർക്ക് ഡെയിലി മാറി മാറി ഇടാൻ വേണ്ടിയിട്ട് അത്രയും അവർ ഒരുമിച്ചെടുക്കും. പിന്നെ ദുബായിലൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് അവർ അവരുടെ നാട്ടിലെ അഡ്രസ്സിലോട്ട് സെൻഡ് ചെയ്യാൻ പറയും. അപ്പോൾ അങ്ങനെ ഞാൻ സെൻഡ് ചെയ്തിട്ട് അവർ നാട്ടിലോട്ട് വരുന്ന ടൈമിലായിരിക്കും ഇത് പറയുന്നത്. അപ്പോൾ അവർ നാട്ടിലോട്ട് വന്നിട്ട് അവർ അത് സെൻഡ് ചെയ്ത് എടുത്തുകൊണ്ട് പോകും. അപ്പം ആക്ച്വലി നല്ല രീതിയിൽ തന്നെ പോകുമായിരുന്നു. പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്തെ ചാലഞ്ചസ് ഏറ്റവും മെയിനായിട്ടെന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് തിങ് നമുക്ക് ആദ്യം ചെറിയ രീതിയിൽ നമുക്ക് തുടങ്ങാം. ആദ്യം ഞാൻ ഇതിനകത്ത് 1 lakh rupees ആണ്
ഞാൻ ഇട്ടിരുന്നത്. ലൈക്ക് സ്റ്റാർട്ടിങ് ഞാൻ അതിൽ നിന്ന് കുറച്ച് എമൗണ്ട് മാറ്റി വെച്ചിട്ട് ലൈക്ക് അറൗണ്ട് ആദ്യം ഞാൻ 50Kക്ക് പ്രോഡക്ട്സ് മെറ്റീരിയൽസൊക്കെ ഇറക്കി. പിന്നെ പതുക്കെ അതിൽ നിന്ന് സെല്ലായി വരുന്നത് എൻ്റെ ആ ഒരു ഇൻട്രസ്റ്റും കൂടി ഇട്ടിട്ട് ഞാൻ വീണ്ടും സെല്ലായി പോകുന്നതനുസരിച്ച് അതിൻ്റെ ആ എമൗണ്ടും കൂടി ഇട്ടിട്ട് സെല്ലായി പോകുന്നതനുസരിച്ച് ഞാൻ അടുത്ത സെറ്റ് വാങ്ങി. കാരണം സെല്ലാവുന്നതനുസരിച്ച് ഒരു ഇങ്ങനത്തെ ഒരു എസ്പെഷ്യലി ഫാഷൻ ബ്രാൻഡ്സ് ആകുമ്പോൾ നമുക്ക് പുതിയ പുതിയ കളക്ഷൻ എപ്പോഴും കാണിക്കണം, പിന്നെ നമുക്ക് സ്റ്റോക്കും വേണം. അപ്പോൾ വേറെ ഉണ്ടോ എന്ന് കസ്റ്റമേഴ്സ് ചോദിക്കുമ്പോൾ നമുക്ക് കാണിക്കാനുള്ള സ്റ്റോക്ക് വേണം. സോ ആദ്യം ഞാൻ 1 lakh ആയിരുന്നു ഇട്ടത്. പക്ഷെ പിന്നീട് ലൈക്ക് നമുക്ക് പതുക്കെ കൂടുതൽ എമൗണ്ട് ഇതിനകത്ത് ഇറക്കണം. ലൈക്ക് നമുക്കൊരു ചെറിയ എമൗണ്ട് കൊണ്ട് നമുക്ക് കുറേ നാൾ നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ഇപ്പം നമ്മൾ ഒത്തിരി കൊളാബ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചിലത് പെയ്ഡ് ആയിരിക്കും, നമുക്ക് അതിനും പേയ്മെൻറ്റ് ആഡ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. അതുപോലെ തന്നെ ആ ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റും കൂടെ അങ്ങനെ പോവാം. അപ്പോൾ അതൊക്കെ ഒരു എക്സ്പെൻസാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് നമ്മളൊരിക്കലും ചെറിയ എമൗണ്ട് കൊണ്ട് നമുക്ക് എപ്പോഴും ഒരു സ്റ്റാർട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം നമുക്ക് കുറച്ച് ബാക്കപ്പ് ഉള്ളത് എപ്പോഴും നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ പിന്നെ എക്സ്പെൻസ് വന്നു തുടങ്ങി. അതാണ് ഒരു കാര്യം. അതായത് നമുക്ക് അത്ര എമൗണ്ട് ഇറക്കിയാലേ പിന്നെ അത്രയും മെറ്റീരിയൽസ് കിട്ടത്തുള്ളൂ. പിന്നെ നമുക്ക് ഒരിക്കലും 2-3 പീസസ് ആയിട്ട് കിട്ടത്തില്ല. നമ്മൾ ബൾക്കായിട്ട് വേണം വാങ്ങിക്കാനായിട്ട്. അതായത് ഇപ്പോൾ ഓരോ ഹോൾസെയിലേഴ്സ് പറയാം, ഒന്നെങ്കിൽ അവർ പീസിൻ്റെ എണ്ണം പറയും, അല്ലെങ്കിൽ എമൗണ്ടിൻ്റെ എണ്ണം പറയും. അതായത് നിങ്ങൾ 30 പീസ് എൻ്റെ അടുത്തു നിന്ന് എടുക്കണം, അല്ലെങ്കിൽ ചുരിദാർ മെറ്റീരിയൽ, അല്ലെങ്കിൽ ഒരു 50 ചുരിദാർ പീസ് എൻ്റെ അടുത്തു നിന്ന് എടുക്കണം, അല്ലെങ്കിൽ അവരൊരു എമൗണ്ട് ആയിരിക്കും പറയുന്നത്. അതായത് 30,000 എടുക്കണം, അല്ലെങ്കിൽ 50,000 എടുക്കണം. സോ ദാറ്റ് മീൻസ് നമുക്ക് അത്രയും എടുക്കാനുള്ള ഇത് നമുക്ക് വേണം. അതും അഡ്വാൻസ് പേയ്മെൻ്റാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. നമുക്ക് ഒരിക്കലും ചെറിയ പീസസ് ലൈക്ക് ഒരു കസ്റ്റമർ കൊണ്ടുപോകുന്ന പോലെ നമുക്ക് 1-2 പീസസ് എടുക്കാൻ പറ്റത്തില്ല. കാരണം അവരുടെ കടയിൽ ആസ് എ ഹോൾസെയിലർ ആൻഡ് മാനുഫാക്ചർ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് ഇത്രയും പേയ്മെൻറ്റ് കൊടുക്കാൻ റെഡി ആയിട്ടുള്ളത്. ഇതാണ് അവരുടെ റൂൾ. സോ ആ റൂൾ അനുസരിച്ചായിരിക്കും അവർ പോകുന്നത്. സോ അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കണം. പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഡസ്റ്റ് അലർജി ഉള്ള ഒരാളാണ്. ഒത്തിരി പേർക്ക് ഡസ്റ്റ് അലർജി ഓൾറെഡി ഉള്ള ആളുകളുണ്ട്, എസ്പെഷ്യലി ഈ ഫീൽഡിലോട്ട് വരുന്നവർ. പക്ഷേ ഈ നമ്മൾ മെറ്റീരിയൽ ഫാബ്രിക്കായിട്ടൊക്കെ ഡീൽ ചെയ്യുമ്പം അല്ലെങ്കിൽ നോർമൽ ചെറിയൊരു കാറ്റടിക്കുമ്പം അതിൽ നിന്ന് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇഷ്ടംപോലെ പൊടിയും കാര്യങ്ങളുണ്ട്. അതിൽ തന്നെ നമ്മൾ ഓൾറെഡി തുമ്മലും അങ്ങനെ ബ്രീത്തിങ് ഡിഫിക്കൽറ്റിയൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഒരു ഫാബ്രിക്കിൻ്റെ പൊടി എന്ന് പറഞ്ഞാൽ ഇത് അത്യാവശ്യം നല്ല സ്ട്രോങ് ആണ്. അതിപ്പം നമ്മൾ ബൊട്ടീക്കിൽ നിൽക്കുവാണെങ്കിലും അല്ലെങ്കിൽ ഇതുമായിട്ട് ഡീൽ ചെയ്യുന്ന എല്ലാ സ്ഥലത്തും ഇതുണ്ടാവും. പിന്നെ എസ്പെഷ്യലി നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും AC ഒക്കെ ഉള്ള ഒരു കടയാണെങ്കിൽ അതിനകത്ത് എപ്പോഴും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഒരു എയർ സർക്കുലേഷൻ ഇല്ലല്ലോ. പക്ഷേ ചില കടകളൊക്കെ ഓപ്പണായിട്ട് AC ഇല്ലാതെ തുറന്ന് കാറ്റ് കയറാൻ വേണ്ടിയിട്ട് വെന്റിലേഷൻ ഒക്കെ വേണ്ടിയിട്ട് തുറന്നിടുന്നവരുണ്ട്. അപ്പോൾ അതാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ നമ്മളിപ്പം സ്വന്തമായിട്ട് വീട്ടിനകത്ത് നമ്മൾ വീട്ടിലാണ് ഈ സ്റ്റോക്കെല്ലാം കീപ്പ് ചെയ്യുന്നതും നമ്മൾ ഈ ഓരോരോ ഷൂട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഓരോ പീസസ് അവരവരുടെ വെയർ ഹൗസിൽ വെച്ചിട്ടുള്ള സാധനങ്ങൾ ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പം അത് അവിടെ നിന്ന് കൊണ്ടുവരുമ്പോഴത്തേക്ക് അവരിങ്ങനെ ഒത്തിരി സ്റ്റോക്ക് ചെയ്തിട്ടായിരിക്കും കൊണ്ടുവരുന്നത്. അപ്പോൾ അവിടെ ഓൾറെഡി മെറ്റീരിയലിൻ്റെ ഡസ്റ്റും കാണും. പിന്നെ ഇങ്ങനെ കുറച്ച് നാൾ വെച്ചിരിക്കുന്നതിൻ്റെ പൊടി അടിഞ്ഞിട്ടുള്ളതിൻ്റെ ആ ഒരു ഡസ്റ്റ് കാണും. അപ്പം നമ്മൾ തുറക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. വീഡിയോ ഒക്കെ ലൈറ്റിൻ്റെ അടിയിൽ എടുക്കുമ്പോൾ തന്നെ ഒരു സാരിയൊക്കെ തുറക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഫാബ്രിക്കിൻ്റെ ഡസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കയറിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ സിക്കാവാൻ തുടങ്ങി. പിന്നെ എനിക്ക് നല്ല രീതിക്കുള്ള ഹെൽത്തായിട്ട് നല്ല ബുദ്ധിമുട്ട് വരാൻ തുടങ്ങി. അപ്പം
ഈ ഭയങ്കര പെട്ടെന്ന് എനിക്ക് റണ്ണിങ് നോസും അതുപോലെ തന്നെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി, അതുപോലെ തന്നെ തുമ്മൽ, അങ്ങനെ ഡസ്റ്റ് അലർജി ആയിട്ട് പനി, അങ്ങനെ ഡസ്റ്റ് അലർജിയായിട്ട് റിലേറ്റഡ് ആയിട്ട്. പക്ഷേ എനിക്കത് ഭയങ്കര പാഷൻ ആയതുകൊണ്ട് തന്നെ ഞാനതൊന്നും മൈൻഡ് ചെയ്യാതെ ഞാനത് വീണ്ടും വീണ്ടും ചെയ്യുമായിരുന്നു കേട്ടോ. പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ഹസ്ബൻഡ് ഉണ്ടായതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആയിരുന്നു. കാരണം ഞാൻ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് ഈ വീഡിയോ ഷട്ടാവുമ്പോൾ തന്നെ ഞാൻ പോയി കിടക്കും. അതായത് ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് ഞാൻ പോയി കിടക്കും. എനിക്ക് അത്രയ്ക്കും വയ്യാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതാണ് റീസൺ. ഈ ഫാബ്രിക്കിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. പലർക്കും അറിയത്തില്ല, അല്ലെങ്കിൽ പലരും പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിയാവുന്നെങ്കിലും ചിലർക്കൊന്നും ഇത് അവർക്ക് ഒരു ഡിഫിക്കൽട്ടി അല്ല. കാരണം അവർക്കിപ്പോൾ ഒരു നോർമൽ ആൾക്കാണെങ്കിൽ ചിലപ്പം അത്രയും ഡസ്റ്റൊക്കെ വരുന്നവർക്ക് കുഴപ്പമില്ലായിരിക്കും. പക്ഷേ ഡസ്റ്റ് അലർജി ഉള്ളവർ നമ്മൾ കുറച്ച് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ അത്യാവശ്യം കുറേ നാൾ നല്ല രീതിക്ക് പോകുമായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. അപ്പോൾ പ്രഗ്നൻസി സമയത്ത് ഞാൻ പ്രഗ്നൻ്റായി. അതുപോലെ തന്നെ എൻ്റെ കൂടെ ഡിജോ ആണെങ്കിൽ പുറത്തോട്ട് പോകാനായിട്ട്, ദുബായിലോട്ടൊക്കെ പോകാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് ഓൾറെഡി നമ്മുടെ മൈൻഡിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി സ്റ്റോക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. ആവശ്യത്തിനുള്ള സ്റ്റോക്ക് മാത്രമേ അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ടായിരുന്നു. എന്നാലും പോലും ഒത്തിരി അങ്ങ് ഇമ്മൻസായിട്ടുള്ള സ്റ്റോക്ക് കളക്ട് ചെയ്ത് അങ്ങനെ വെച്ചിട്ടില്ല. കാരണം ഇൻ കേസ് ഇപ്പം ഞാനും പോകുന്ന സമയത്ത് ഇതെല്ലാം പിന്നെ സെല്ല് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അത് നിങ്ങൾ ഓർക്കണം. നമ്മൾ അവിടെ തന്നെ നിന്ന് സെറ്റിലായിട്ട് നിൽക്കുവാണെങ്കിൽ നമ്മൾ അത്യാവശ്യം സ്റ്റോക്കൊക്കെ വാങ്ങിച്ച് കൂട്ടുന്നതിന് കുഴപ്പമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം പെട്ടെന്ന് നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതുപോലെ സ്ഥലം മാറാനോ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ പിന്നെ അത്രയും പെട്ടെന്ന് ബിസിനസ് നിർത്താൻ എന്തെങ്കിലും ഉള്ള പ്ലാൻ ഉണ്ടെങ്കിൽ, അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒത്തിരി സ്റ്റോക്ക് കൂട്ടി വെക്കരുത്. പിന്നെ അത് ലോസായിട്ട് വരും. അപ്പം ഡിജോയ്ക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. നമുക്ക് നല്ല ജോലി പുറത്തോട്ട് കിട്ടുകയാണെങ്കിൽ, അത്യാവശ്യം നല്ല ജോബൊക്കെ ആണെങ്കിൽ പുറത്തോട്ട് പോകാം എന്നുള്ള രീതിയിൽ. ആ സമയത്താണ് ഡിജോയ്ക്ക് ഇങ്ങനെ ഒരു ഓഫർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഡിജോ പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പം അതുവരെ ഡിജോ എന്നെയും ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാത്തിനും ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് എല്ലാ തുണിയൊക്കെ മടക്കാനും, എല്ലാ സാരിയും അതുപോലെ തന്നെ ചുരിദാർ 3 പീസ് അതെല്ലാം കറക്റ്റായിട്ടൊക്കെ എല്ലാം മടക്കി വെക്കും. ചില സമയത്ത് മാത്രം ഞാൻ എന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ചിലതിൻ്റെ ഒരേപോലൊക്കെ ഇരിക്കുന്നതിൻ്റെ മാത്രം ചെറിയ ചെറിയ ഡിഫറൻസ് ഉള്ളതിൻ്റെ മാത്രം പാൻസും ദുപ്പട്ടയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോവും. അപ്പം ഞാനത് എന്നിട്ട് ശരിയാക്കി വെക്കും സെറ്റായിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ. അപ്പം അങ്ങനെയൊക്കെ എനിക്ക് ഫുൾ സപ്പോർട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എല്ലാം കൊറിയർ ചെയ്യാനും എല്ലാത്തിനും പാക്ക് ചെയ്യാനും എല്ലാം എനിക്ക് നല്ല ഹെൽപ്പായിരുന്നു ഡിജോ. അപ്പം ഇങ്ങനെ പുറത്തോട്ട് ഡിജോ ആ സമയത്ത് അങ്ങനെ ദുബായിലോട്ട് പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പ്രഗ്നൻറ്റുമായി. പിന്നെ വീണ്ടും നമ്മളിപ്പോൾ ഈ ഡസ്റ്റിൻ്റെ ഇടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ പിന്നെ വീണ്ടും എനിക്ക് ഹെൽത്ത് ബുദ്ധിമുട്ടാവുകയും പിന്നെ അത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഒരു ബ്രേക്ക് എടുത്തത് ആക്ച്വലി. അപ്പോൾ ഈ ഡസ്റ്റ് അലർജി ഉള്ളവർ നല്ലപോലെ സൂക്ഷിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ അത്രയും സിവിയർ ആവാതെ വെന്റിലേഷനൊക്കെ ഉള്ള സ്ഥലത്തൊക്കെ നിന്ന് വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ചാലഞ്ചസ്, മെയിനായിട്ടുള്ള റീസൺസ് ഞാൻ സ്റ്റോപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഐഡിയാസ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്ക് തുടങ്ങുന്നതിനകത്ത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ തുടങ്ങാം. പിന്നെ ഏറ്റവും വലിയ കാര്യം നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ നല്ല രീതിക്ക് കബോർഡ്സിനകത്തൊക്കെ പ്ലാസ്റ്റിക് കവറിനകത്ത് സൂക്ഷിക്കണം. അതാണ് ഒരു കാര്യം. പിന്നെ ഇതൊന്നും പാറ്റായോ പല്ലി അങ്ങനത്തെ സാധനങ്ങളൊന്നും കടിക്കാതെയും ചീത്തയാവാതെ നമ്മൾ നോക്കണം. കാരണം അങ്ങനെ എന്തെങ്കിലും പറ്റുവാണെങ്കിൽ അത്രയും എമൗണ്ടിൻ്റെ നമ്മുടെ മെറ്റീരിയൽസൊക്കെയാണ് പോകുന്നത്. നമ്മളിപ്പം ജ്വല്ലറി നോക്കുവാണെങ്കിൽ അതിന് കുറച്ച് സ്പേസ് മതി. ഇപ്പം ഒരു 100 മാല സൂക്ഷിക്കുന്ന പോലെ അല്ല നമ്മൾക്ക് 100 ഒരു ചുരിദാർ സൂക്ഷിക്കുന്ന. അതിനകത്ത് അത്രയും ഇമ്മൻസ് സ്പേസ് നമുക്ക് വേണം. അത്ര സ്പേസും കൂടെ ഇതിനകത്ത് വരും.
അതാണ് വേറൊരു വലിയ ചാലഞ്ച് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അത്രയും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ് നമ്മൾ സെല് ചെയ്യുന്നത്, ഇതുപോലെ ജ്വല്ലറി അല്ലെങ്കിൽ സ്റ്റേഷനറി അങ്ങനത്തെ ഫങ്കി അങ്ങനത്തെ ഫാഷനബിൾ ഇപ്പോൾ കൊറിയൻ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ കുറച്ച് സ്ഥലം മതി, അതുപോലെ അല്ല ഈ ഡ്രസ്സിന്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ ഗൈസ്. രാവിലെ ഞാൻ കുക്കിക്ക് പാല് കൊടുത്തപ്പോഴത്തേക്കും കുക്കി പാല് തന്നെ കുടിച്ചോളാമെന്ന് പറഞ്ഞു. ഞാൻ അപ്പുറത്ത് പോയി ഉപ്പുമാവൊക്കെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും അതാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. ആ സോഫയുടെ ഇടയ്ക്ക് അവൾ പാല് എന്തോ താഴെ എങ്ങാണ്ട് സോഫയിലെങ്ങാണ്ട് വെച്ച് അത് തട്ടിപ്പോയി. അങ്ങനെ അതെല്ലാം അവിടെ കളഞ്ഞു കേട്ടോ. കളഞ്ഞിട്ട് ഞാൻ എന്നിട്ട് വന്നതെല്ലാം ഒപ്പി അതെല്ലാം എടുത്തിട്ട് പിന്നെ ഡിഷ് വാഷിങ് സോപ്പൊക്കെ വെച്ച് ക്ലീൻ ചെയ്ത്. അപ്പോൾ ഓക്കെ ഗൈസ്, ബൈ.